അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, സച്ചീസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു തൂമ്പയൊക്കെയായിട്ട് ഇറങ്ങിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാച്ചിൽ കണ്ടായിരുന്നു. അപ്പോൾ കാച്ചിലൊന്ന് പറിക്കാനായിട്ട് തൂമ്പയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്തിരി വലിയ കാച്ചിലാണ്. അപ്പോൾ കാച്ചിലിങ്ങനെ ഈ പുറത്ത് വന്നേക്കുവാണ്. എന്താ പുറത്ത് വന്നു വെച്ചാൽ ഈ മണ്ണിങ്ങനെ മാറിയിട്ട് കാച്ചിലിങ്ങനെ പുറത്തിങ്ങനെ പൊങ്ങി നിൽക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ കണ്ടത് ഈ കാച്ചിലിങ്ങനെ ഉണ്ടെന്നുള്ളവർ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൽ നിന്ന് പറിച്ചു വിടണം ഞങ്ങൾ എടുത്ത് കറി വെച്ചായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് കാണുകയും ചെയ്യും, കാച്ചിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. പക്ഷേ പലയിടത്തും പണ്ടത്തുള്ള ആൾക്കാരൊക്കെ കാച്ചിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാ പല ആൾക്കാരും എണ്ണയിൽ തന്നെ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു അവസ്ഥയാണ്. കാച്ചിൽ ചേമ്പ് ചേന സാധനങ്ങൾ കാശ് കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആകാംക്ഷ എന്നല്ല, നമുക്കൊന്നും ആകാംക്ഷ ഒന്നുമല്ല. ഇപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആകാംക്ഷയായിരിക്കും. എന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാരൊക്കെ ഈ എന്താ പറയുക നൊസ്റ്റാൾജിയ പോലെ തോന്നില്ല. എന്ന് വെച്ചാൽ പണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ നമുക്കൊന്ന് പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ട് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി അപ്പോൾ നമുക്ക് കാച്ചിൽ പറിക്കാൻ പോകട്ടോ. വാ. അതിനു മുമ്പ് ഓഫാക്കിയാൽ അതിനു മുമ്പ് തന്നെ കാച്ചിൻ്റെ വള്ളിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഇത് കാച്ചിൻ്റെ വള്ളിയാണ്. ഇതുണ്ട് കാച്ചിൻ്റെ വള്ളി ഒരു ഇല പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുണ്ട്. ഇതിപ്പോൾ വാടി നിൽക്കുക കേട്ടോ. ഇത് വാടിപ്പോയെന്ന് വെച്ചാൽ വരുന്നുണ്ടല്ലോ, വെയിലൊക്കെ അല്ലേ, കാലാവസ്ഥ ഇങ്ങനെ മാറണോണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ വന്നത്. ഇതിൻ്റെ പച്ച ഇതാണ്, അതിൻ്റെ പച്ച ഇലയാണ്. നമ്മുടെ പേരേട്ടാണ് ഈ സാധനം കയറിയേക്കണത്. പേരമരത്തിലേക്ക് കയറ്റി വിട്ടേക്കും. ഇത് പറന്ന് കയറിയേക്കുക. പേരമരത്തിൽ കാച്ചിന് മാത്രമല്ല കേട്ടോ, പാഷൻ ഫ്രൂട്ടും ഉണ്ട്. ഇങ്ങ് വന്ന് ഒരു സൂത്രം കാണിച്ചു തരാം. അണ്ണാൻ്റെ കൂട് കണ്ട, ആ കിടക്കണുണ്ടോ ഈ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ ഈ സാധനം കണ്ടത് ഇത് ഞാനിപ്പോൾ അടിച്ച് പറിച്ചതാണിത്. ഈ നമ്മുടെ കാച്ചിൻ്റെ വള്ളിയിൽ ഉറുമ്പ് അടിച്ച്. അപ്പോൾ കാച്ചിൻ്റെ വള്ളിയിൽ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന സാധനമാണിത്. ഇത് കണ്ടോ, മേക്കാച്ചിൽ. ഇതും പുഴുങ്ങുമെന്ന് തോന്നണം കേട്ടോ, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ കാരണവന്മാർക്കൊക്കെ അറിയാൻ പറ്റും ഈ സാധനം. ഇത് പണ്ടൊക്കെ ഇത് ഇങ്ങനെ പുഴുങ്ങി വൈകുന്നേരത്തെ ചായക്ക് കട്ടൻ ചായയും ഇത്തിരി മുളക് ചമ്മന്തിയൊക്കെ അരച്ച് ഈ കാച്ചിലും കൂടെ പുഴുങ്ങി നമുക്ക് ഇങ്ങനെ മുക്കി കഴിക്കുമ്പോഴില്ല നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റിയ സാധനമാണിത്. നമുക്കിങ്ങനെ കപ്പ പുഴുങ്ങണ പോലെ പുഴുങ്ങി കഴിക്കാൻ പറ്റിയ സാധനമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇതിലുണ്ടാക്കണതാണ്. ഇപ്പോൾ കാച്ചിൻ്റെ വള്ളിയിലുണ്ടാക്കണ സാധനമാണ് അത്. ഇല്ല മുകളിട്ട് പോയക്കണുണ്ടല്ലോ, അതിൽ നിറച്ചുണ്ട്. ഇഷ്ടമാതിരി ഉണ്ടാക്കി കിടക്കുന്നുണ്ട്, കാണാൻ പറ്റില്ലെന്നുള്ളൂ. ഇപ്പം അണ്ണാൻ്റെ കൂടാട്ടോ. അത് അണ്ണാൻ്റെ കൂടാണ്. പക്ഷെ അത് നമ്മളൊന്നും അനക്കാറൊന്നുമില്ല. അവൻ ഇങ്ങനെ വന്ന് അതിപ്പോൾ കുഞ്ഞായി അത് പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നുണ്ട് അതിൽ കൂടെയൊക്കെ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി എടുക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ വല്ല കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇഷ്ടംമാതിരി ഉണ്ട്. അണ്ണാനും ഉണ്ട്, കുറേ സാധനങ്ങൾ. നമ്മുടെ ഇവിടെ ഈ മാവിൽ നമുക്കിപ്പോൾ ഇവിടെ മാവൊക്കെ ഉണ്ട്. മാവിൽ ഇഷ്ടംമാതിരി കൂടുണ്ട്. കാക്കയുടെ കൂടുണ്ട്, അണ്ണാൻ്റെ കൂടുണ്ട്, അങ്ങനെ കിളികളുടെയൊക്കെ കൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു എല്ലാ തരത്തിലുള്ള തോട്ടമുണ്ട്. അപ്പോൾ നമുക്കിവിടെ അപ്പോൾ ഈ കാച്ചിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മുടെ ഈ പാചകമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മൾ പാചകം ചെയ്യുന്ന സ്ഥലത്ത് ഈ കപ്പത്തോട്ടത്തിലിട്ട് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതുണ്ട്, ഇത് കപ്പയുണ്ട്, കപ്പമരമാണ് ഈ കാണുന്നത്. കണ്ട അതിൽ വെള്ളം ഉണ്ടായി ഉണ്ടാവും. ഇത് കപ്പയുടെ മരമാണിത്. ഇതിപ്പോൾ കപ്പ ആറായിട്ടുണ്ട്, ഏകദേശം പറിക്കാറൊക്കെ ആയിട്ടുണ്ട്. കപ്പയുണ്ട്. ഇത് ചേമ്പാണ്, നമ്മുടെ സാമ്പാറിന് ഇതിനൊക്കെ നമ്മൾ കറി വെക്കുന്ന ചേമ്പാണിത്. പിന്നെ ഇത് മഞ്ഞളാണ്. കണ്ടോ മഞ്ഞൾ കണ്ടോ, മഞ്ഞൾ ഞാൻ കാണിച്ചു തരാം, പറിച്ച് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് കൂർക്കയാട്ടോ. കൂർക്കത് വേണ്ട, കൂർക്കയായിരുന്നു. ഇപ്പോൾ വാടി നിൽക്കും. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല, വാടി നിൽക്കുന്നുണ്ട്. കൂർക്കതുണ്ടത്, ഇത് കുഞ്ഞു കൂർക്ക അടന്ന് കിടക്കണുണ്ടത്. കണ്ടോ ഒരു കുഞ്ഞു കൂർക്ക ഇത് കണ്ടോ എങ്ങനെ പോയതത് കണ്ടോ. കൂർക്ക നമ്മുടെ വിഷമില്ലാത്ത നല്ല കൂർക്ക സാധനമാണ്. പക്ഷെ അത് പോയി. ഇതൊക്കെ കൂർക്കയായിരുന്നു. പിന്നെ കൂർക്കയുണ്ട്. മഞ്ഞളാണ് ഈ നിൽക്കണത്. ഈ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിറച്ചും മഞ്ഞൾ, ഇവിടെ നിറച്ചും മഞ്ഞളാട്ടോ. ഇത് ഈ പ്രാവശ്യം പറിച്ചിട്ടില്ല, ഇപ്പോൾ പറിക്കാൻ സമയമാണേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ വാടി ഉണങ്ങി പോയേക്കുവാണ്, എന്നാലും നമ്മൾ പറിക്കില്ല. ഇതൊക്കെ മഞ്ഞളാണ്, ഇവിടെ മൊത്തം മഞ്ഞളാണ്. കപ്പയുണ്ട്, മഞ്ഞളുണ്ട്. ഇതാണ് കാച്ചിൻ്റെ വള്ളി.
ഇത് വേറൊരു കടയാണിത്. ഇപ്പോൾ ഈ കട നമ്മൾ പറിക്കണില്ല, ഇതിപ്പോൾ നമ്മൾ പറിക്കണില്ല, അതവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് പിന്നെ പറിക്കാം. എല്ലാം പറിച്ചിട്ട് എല്ലാം ഇത് കണ്ടത്. ഇത് ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്, കാച്ചിലിൻ്റെ മേക്കാച്ചിൽ എന്നൊക്കെയാണ് ഇതിന് പറയണത്. മേക്കാച്ചിൽ എന്തൊരു പേരൊക്കെ പറയും ഇതിനെ. ഇതുണ്ട് ഇങ്ങനെ വള്ളി പോലെ തോന്നി കിടക്കുന്ന സാധനം മനസ്സിലായി. വേണ്ടോ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഇതിങ്ങനെ വള്ളിയിൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് മൊത്തം ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഇതും പുഴുങ്ങുന്നു അങ്ങനെ കേട്ടോ. ഇത് കാച്ചിലിൻ്റെ മുകളിലുണ്ടാകുന്ന സാധനം, അതാണ് മേക്കാച്ചിൽ എന്ന് പറയുന്നത്. വെച്ചാൽ മേളിലുണ്ടാകുന്ന കാച്ചിലാണ് മേക്കാച്ചിൽ, അടിയിലുണ്ടാകുന്ന കാച്ചിൽ മണ്ണിനടിയിലുള്ള സാധാ കാച്ചിൽ. അപ്പോൾ ഇത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ചേമ്പ് ഞാൻ പറഞ്ഞു, പിന്നെ കൂർക്കയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ കപ്പയുണ്ട്, കാന്താരിമുളകുണ്ട്. കാന്താരിമുളക് കാണിച്ചു തരാം കേട്ടോ. അല്ലേ കാന്താരിമുളകുണ്ട്. എല്ലാം കുറേച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാട് സാധനമൊന്നുമില്ല. ഇത് കാന്താരി ആയി കിടക്കണേക്കത്, കാന്താരി ഇതൊക്കെ കാന്താരി വയ്ക്കണം. കാന്താരി നമ്മുടെ കപ്പത്തോട്ടം, ഇതൊക്കെ ഇത് തുളസിയാണ് കേട്ടോ. വേപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ അതിൽ നിന്ന് എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് വേപ്പ് ഇലയൊക്കെ തീരാറായിട്ടുണ്ട്. എന്നാലും അത്യാവശ്യത്തിന് നമുക്കുള്ള വേപ്പൊക്കെ കിട്ടും കേട്ടോ. ഒരു കപ്പങ്ങ മരമുണ്ട്, അതിൽ കപ്പയൊന്നും ഇല്ല, എന്നാലും ആയി വന്നേ ഉള്ളത്. 2 ഉണ്ടായത്. ഒരെണ്ണം ഈ വെള്ളത്തിൻ്റെ കുറച്ച് ചീഞ്ഞു പോയത് ഒരെണ്ണം. പിന്നെ ഞാൻ പറഞ്ഞില്ല കൊടംപുളിയുണ്ട്, മാവുണ്ട്. മാവ് തന്നെ 2-3 തന്നെ ഉണ്ട് നമുക്ക്. പിന്നെ കൊടംപുളിയുണ്ട്. പിന്നെ ഇതേ വാഴത്തോട്ടം ഉണ്ട്, നമ്മുടെ ഒരു വാഴത്തോട്ടമാണ് ആ കാണുന്നത്. വാഴത്തോട്ടം, അത് കൊടംപുളി മരം, ഇതൊക്കെ മാവാണ്. ഇത് ഫ്രണ്ടിലുള്ള മാവുകൾ ഇതൊക്കെ. ബാക്ക് വീടിൻ്റെ പുറകുവശത്തും മാവ് ഇതുണ്ട്. ഇത് ഫ്രണ്ടിലുള്ള മാവാണ്. ഇത് കൊടംപുളി, ഇതൊരു വാഴത്തോട്ടം, കപ്പങ്ങ മരം, അത്യാവശ്യം എല്ലാ സാധനവും ഉണ്ട്. ഞാൻ ഈ സാധനമൊക്കെ കാണിച്ചു തന്ന വേറെ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കണത് ഇത് ഉണ്ടെന്ന് കാണിക്കണമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമാകും കൃഷി ചെയ്യാനായിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യണത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൃഷി വളരെ കുറച്ചെന്ന് വെച്ചാൽ വർക്കിന് പോക്കും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല. പിന്നെ അച്ഛനാണ് ചെയ്യാറ്, പിന്നെ നമ്മളും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നല്ല നല്ല കൃഷി വിത്തുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ വിത്ത് മേടിക്കണക്കാരും നല്ലത് വിത്ത് ഉണ്ടാവും. പിന്നെ അത് വളർന്ന് വന്നേക്കാരും നല്ലത്. ഇപ്പോൾ ഞാൻ നേരത്തെ വിത്താണ് നട്ടുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ നല്ലയിനം വിത്തൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്നും റോഡരികിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ലയിനം വിത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ നേരെ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ കാക്കനാടുണ്ട്, ഇപ്പോൾ ഞാൻ എറണാകുളത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാക്കനാട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത്. അപ്പോൾ കാക്കനാട് നമ്മുടെ ചിറ്റിയത്തേരയുടെ അടുത്ത് കൃഷി ഭവനുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ ഒരു തൈക്ക് 1 രൂപ 2 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈകൊക്കെ കിട്ടും. വിത്ത് നമ്മുടെ പച്ചക്കറിയുടെ എല്ലാവിധ വിത്ത് കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പച്ചക്കറി നട്ടിട്ട് അച്ചിങ്ങ ഉണ്ടായി, പടവലങ്ങ ഉണ്ടായിരുന്നു, പിന്നെ പീച്ചിങ്ങ ഉണ്ടായില്ല, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ചീര ഉണ്ടായി, ഇത്ര സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ പടവലങ്ങ ഏകദേശം ഇത്രയും നീളം ഉണ്ടായിരുന്നു. വെച്ചാൽ എൻ്റെ ഈ കൈയും പിന്നെ ഈ ഒരു കൈയുടെ പകുതി അത്രയും നീളത്തിലുള്ള പടവലങ്ങ ഉണ്ടായത്. നമ്മളങ്ങനെ ചീര അങ്ങനെ കാശിനൊന്നും കൊടുക്കാറില്ല, നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കും പിന്നെ നമുക്ക് കഴിക്കാനുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് കാച്ചിൽ മാന്താം, കുറേ സമയം കളയണ്ട. ഇതിപ്പോൾ കാച്ചിലിൻ്റെ ഇതാണ് ഞാൻ കണ്ടെന്ന് പറഞ്ഞ സംഭവം. എൻ്റെ ഈ കാച്ചിലാണ് ഞാൻ കണ്ടത്. ഇവരിങ്ങനെ പൊങ്ങി നിന്നപ്പോഴാണ് കാച്ചിലുണ്ടെന്ന് ശ്രദ്ധിച്ചത്. ഇത് മഞ്ഞളാട്ടതേ. അതെ മഞ്ഞൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് മഞ്ഞൾ. കറിക്കെടുക്കണ മഞ്ഞളാട്ടത്. കണ്ട ഇതിൻ്റെ ഇടയിൽ എന്തോ കോല്, എന്തോ ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് അതിൻ്റെ പുറത്താണ് നിൽക്കണത്. അയ്യോ ഒടിഞ്ഞു പോയട്ടാ. ഇതാണ് കറിക്കെടുക്കണ മഞ്ഞൾ, ഒരു വിഷമില്ലാത്ത നല്ല പ്യുവർ മഞ്ഞൾ, ഫസ്റ്റ് ക്വാളിറ്റി സാധനം. ഈ സാധനമൊക്കെ നമുക്ക് ഒരു കടയിൽ ചെന്നാലും കിട്ടില്ല. വല്ല മരുന്ന് കടയിൽ ചെന്നാൽ ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരും എന്തെങ്കിലും സാധനം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് പൊടിപ്പിക്കണ ഒരു സാധനം മേടിച്ചാലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞൾ കിട്ടാൻ ഒരു വഴിയില്ല. ഇതിൻ്റെ ഉള്ളു കണ്ട, ഇതിൻ്റെ ഉള്ളു കണ്ട, ഇതാണ് മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനം. ഇതാണ് കണ്ട, ഇതാണ് മഞ്ഞൾ.
നിങ്ങൾ മേടിക്കണം, കടയിൽ നിന്ന് മേടിക്കണം മഞ്ഞൾ എന്ന് പറയുമ്പോൾ വെറുതെ കളർ പൊടി ചേർത്തിട്ട് എന്തൊക്കെയോ കെമിക്കലാണ് നമുക്ക് വന്നത്. മഞ്ഞളില്ലെന്നല്ല, മഞ്ഞളുണ്ടാവും, അതിൽ കൂടുതൽ വേറെ സാധനങ്ങളൊക്കെ ആയിരിക്കും, രാസവസ്തുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് മഞ്ഞൾ. അതുപോലെ ഇഞ്ചിയുണ്ട്, പക്ഷേ ഇഞ്ചി ഈ കൈൻ്റെ ഇടയിൽ എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടില്ല. അപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ട് ഈ സാധനമൊക്കെ. എവിടെയാണോ ഈ കൂട്ടം മൊത്തം മഞ്ഞളാട്ടോ. ഇതിൻ്റെ അടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ മഞ്ഞൾ കിട്ടും. നമ്മൾ മഞ്ഞപ്പൊടി കാശ് കൊടുത്ത് മേടിക്കാറില്ല, എന്നുവെച്ചാൽ മഞ്ഞൾ കാശ് കൊടുത്ത് മേടിക്കാറില്ല. പിന്നെ വേപ്പില കാശ് കൊടുത്ത് മേടിക്കാറില്ല. വാളംപുളി മേടിക്കാറില്ല, കൊടംപുളി മേടിക്കാറില്ല. കൊടംപുളി മേടിക്കാറുണ്ട്, പക്ഷേ നമ്മുടെ മരത്തിലെ പുളി കിട്ടി അതിന് ശേഷം മാത്രമാണ് പുറത്തുനിന്ന് കൊടംപുളി മേടിക്കാറ്. ഇപ്പോൾ വാളംപുളി, കൊടംപുളി, മഞ്ഞൾ, ഇഞ്ചിയും കുറച്ച് കിട്ടാറുള്ളൂ, ഇഞ്ചി വളരെ കുറച്ച് കിട്ടാറുള്ളൂ. പിന്നെ ചേമ്പ് ഇവിടെ കിട്ടും, കാച്ചിൽ ഇവിടെ കിട്ടും, അത്യാവശ്യത്തിന് കപ്പയുണ്ട്. പിന്നെ ഇപ്പോൾ കൃഷിയൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചീര, വെണ്ട, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ വെണ്ട നടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനം എപ്പോഴും കിട്ടും, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുളക് കാന്താരി മുളക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോളിനൊക്കെ നല്ലതായതുകൊണ്ട് കാന്താരി മുളക് ഇട്ടാൽ മിക്കപ്പോഴും കറിയൊക്കെ വെക്കണം. അപ്പോൾ അതുപോലെ മിക്ക സാധനങ്ങളും ഉണ്ട്. എന്താ പറയുക, മിക്ക സാധനവും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കുള്ള സ്ഥലം വെച്ച്, ഇതൊന്നും നമ്മുടെ സ്ഥലമൊന്നുമല്ല, ഇത് വല്ലവൻ്റെ സ്ഥലം കേട്ടോ, ഇതൊന്നും നമ്മുടെ സ്ഥലമല്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കണ്ടാവും അവർക്ക് സ്ഥലമുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്ന്. വെറുതെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ ഞങ്ങളുടെ എന്ന് വിചാരിക്കും, തെറ്റിയിരിക്കണ്ട. നമുക്കധികം സ്ഥലമൊന്നുമില്ല, ഞങ്ങൾക്ക് ആകെ ഒരു വീടിരിക്കണ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലത്തിൽ പിന്നെ നമ്മുടെ ഈ പറമ്പിൽ, വല്ലവൻ്റെ പറമ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ തോണ്ടിയൊക്കെ ഇങ്ങനെ മാന്തി വെക്കണൊക്കെയാണിത്. ഇപ്പോൾ അമ്മയാണെങ്കിൽ ഓരോ സ്ഥലത്തുനിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു തൈ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് നടും, അച്ഛനും നടും. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ കാക്കനാട് പോയി അവിടെ നിന്ന് തൈ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ 1 രൂപ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപ്പൻ തൈകൾ കിട്ടും, എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ അത് ഇത്തിരി നല്ല ചാണകപ്പൊടി, ചാരവും, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അങ്ങനെയുള്ള മിക്സറൊക്കെ ചേർത്തിട്ട് നമ്മൾ നടുവാണെങ്കിൽ, ഇപ്പോൾ നടാൻ അറിയില്ലാത്തവർക്കാണെങ്കിൽ അതും പറഞ്ഞു തരാം എങ്ങനെയാണ് കൃഷി ചെയ്യുമ്പോൾ അത് നടേണ്ടതെന്ന്. അത് പിന്നൊരു വീഡിയോയിൽ കാണിച്ചാൽ, നമ്മളിപ്പോൾ കാച്ചിൽ പറിക്കാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ മഞ്ഞൾ കാണിച്ചു, ഇഞ്ചിൻ്റെ ഇടയിലുണ്ട്, അത് കാണിക്കല്ല, അത് എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടണം കേട്ടോ. അത് ഇവിടെയാണ്, ഈ സാധനത്തിൻ്റെ ഇടയിലാണ്, ഇതിൻ്റെ ഇടയിലുണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചുമല്ല കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനം നിറച്ചെന്ന് പറഞ്ഞാൽ തെറ്റിയിരിക്കല്ലേ, കുറച്ചുള്ളൂ. അപ്പോൾ ആ സാധനമൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിലുള്ള ആവശ്യങ്ങൾ മാത്രം കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, ഒരുപാടൊന്നുമില്ല, എല്ലാം കുറച്ചുള്ളൂ. അപ്പോൾ എന്നാലും കുടംപുളി സാധനമൊക്കെ ഞാൻ പറഞ്ഞ സത്യമാണ്, നമ്മൾ തുണയൊന്നും പറഞ്ഞതല്ല. അപ്പോൾ നിങ്ങളും നട്ടു കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാകും, കുറച്ച് നമ്മുടെ അടുക്കളയിൽ ഒരു ചെറിയ ചാക്കിലോ ഒരു ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ടാൽ മതി. ഈ സാധനമൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിക്കോളും. ചാരം ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട, ചാരം. ഇപ്പം സിറ്റിയിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചാരം കിട്ടാൻ പണിയാണ്, ഇപ്പം മേടിക്കാൻ കിട്ടും, ചാരോ വളമൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതേ കാച്ചിൽ പറിക്കാൻ പോകണം. എന്നാ നീ മഞ്ഞൾ പിടിച്ചോട്ടാ, മഞ്ഞൾ അത് പോയി തൂമ്പെടുത്തുണ്ടോട്ടെ. ഇതേ ഒരു സൂത്രം കാണിച്ചേരതേ, ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറിക്കാൻ വന്നപ്പോൾ ആരോ ചവിട്ടി കളഞ്ഞേക്കണതാണ് കൂർക്കയൊക്കെ. ഇത് കണ്ടത്, ഇത് മഞ്ഞള കൂർക്ക, ഇതിൻ്റെ അടിയിലുണ്ട്, കൂർക്കയുണ്ട് ഇതിൻ്റെ അടിയിൽ, പക്ഷെ അത് പോയെന്ന് തോന്നുന്നു, ചവിട്ടിയപ്പോൾ അത് പോയി. സാറിൽ ഇത് കണ്ടത്, ഇതൊക്കെ കൂർക്ക കിടക്കുന്നത് കണ്ടോ, കൂർക്കയുടെ എല്ലാം കണ്ടത് എല്ലാം. ഇത് കണ്ടോ, ഇതാണ് കൂർക്കയുടെ ഇല, പനിക്കൂർക്കയുടെ ഇല പോലത്തെ ഒരു ഇല ഇത് കണ്ടോ. പനിക്കൂർക്കയുടെ ഇതല്ല, ഏകദേശം ഇതാണ് കൂർക്കയുടെ ഇല. ഇതിൻ്റെ അടിയിൽ കൂർക്കയുണ്ട്, ഇത് മഞ്ഞളും കിടക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത്. ഇത് ആരോ ചവിട്ടി കളഞ്ഞതായിരിക്കും, നമ്മുടെ ആട് വല്ലതും കയറിയോന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിട്ട് ആടുണ്ടേ, അവന്മാർ കയറിയതായിരിക്കും ചിലപ്പോൾ. എന്തെങ്കിലോട്ടെ ഇവനെ പറിക്കില്ല കേട്ടോ, ഇവനെ പറിക്കണില്ല, ഇവിടെ നിന്ന് പറിച്ചെടുക്കാം. കണ്ടട്ടാ, ജയിക്കണം കണ്ടാ, ഇതാണ് കാച്ചിൽ. ഇതൊക്കെ കാച്ചിലാണ്, കാണിച്ചു തരാട്ടാ. വേണ്ട, ഇത് കാച്ചിൻ്റെ വേരാണ്, അത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. വേരിത് പൊട്ടിച്ചെടുക്കാം.
ഒട്ടിച്ചെടുക്കാം. വേര് വന്ന് കിടക്കണുണ്ട്. അടുത്ത സീഡ് അടുത്ത ഇതാണ്. ഇവനെ നമുക്ക് ഇവിടെ തന്നെ കുഴിച്ചിടായിരുന്നു. ഇവന് കുഴിച്ചിടാം കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഇത്ര എടുത്താൽ മതി. ഇപ്പോൾ കുറച്ചെടുത്താൽ മതി. ബാക്കി ഇത് മൊത്തം കാച്ചിലാട്ടാ. ഞാൻ പറിക്കണില്ലെന്നുള്ളൂ. ഞാൻ പറ്റിച്ചെന്ന് പറയണ്ട. ഇത് മൊത്തം കാച്ചിലാണ്. ഇത് കണ്ട, ഇത് മൊത്തം കാച്ചിലാണ്. ഈ നിൽക്കണണ്ട. ഇതിൻ്റെ അടിയിട്ടും ഉണ്ടാവും. ഇത് മുകളിൽ ഇത്ര ഉണ്ടെങ്കിൽ അടിയിലും ഉണ്ടാവും. ഇതുണ്ട്. ഇതൊക്കെ കാച്ചിൽ വിട്ട് പോന്നിട്ടില്ല വേരിയെന്ന്. ഉണ്ടാ കാച്ചിൽ. ഉണ്ടാ ഇതൊരു ഉണ്ട കാച്ചിലാണ്. ഉണ്ടാ നമുക്കിനി ഇവനെ അങ്ങോട്ട് തന്നെ വെച്ച് മൂടിയേക്കാം. എന്താണെന്നറിയാം, അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി നമുക്ക് മൂടിക്കളയാം. അപ്പോൾ അടുത്ത കൊല്ലം ഉണ്ടാവും. ഇവനുണ്ട്, എന്നാലും മൂടിയേക്കാം. പിന്നെ വേറൊരു ഇതുണ്ട്. ഇതുണ്ടോ നിൽക്കണുണ്ടോ? എന്ത് വളമിട്ട് കൊടുത്ത സാധനമെന്ന് അറിയാം നിൽക്കണത്. ഉണ്ട് വെണ്ട കൃഷി ചെയ്തതാണ്. ഈ പ്രാവശ്യം എന്തോ ശരിയായില്ല. ഇതുണ്ട് ആദ്യമായിട്ടല്ല കേട്ടോ. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറൊക്കെ ഉണ്ട്. ചിലതൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഈ വളം കൂടിയാലും പ്രശ്നമൊന്നും പറയുന്നത്. ഇതുണ്ട് സൂപ്പർ വെണ്ടക്ക കാണിച്ചിറങ്ങുക. ഇതുണ്ട് വെണ്ടക്ക ഉണ്ടോ? വെണ്ടക്ക മുരടിച്ചു പോയി. ചെടി മുരടിച്ചു പോയി. ഇതുണ്ടോ വെണ്ടമരമായിരുന്നു, പക്ഷേ മുരടിച്ചു പോയി. വേറൊരു നിൽക്കണുണ്ട്. വെണ്ടക്ക ഇതൊക്കെ വെണ്ടക്കയാണ്, പക്ഷേ ഇതൊക്കെ പോയി. ഇതൊക്കെ വെണ്ടക്കയുടെ എണ്ണത്തിൽ കൂട്ടാൻ പറ്റില്ല. വെണ്ടക്ക കളിയാക്കും നമ്മൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെണ്ടക്ക. അത് കഴിഞ്ഞ് വേറെ അയ്യോ ഇവന്മാരെ ഉണ്ട്. നമുക്ക് പറിക്കാം. അപ്പോൾ നമുക്ക് ഇത് പോരെ, ഇനി പറിക്കണോ? വേണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ ഇതുപോലെ വെറുതെ പറിച്ച് കളഞ്ഞിട്ട് വെറുതെ ഒന്നല്ല. ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി പറിക്കാൻ വേണമെങ്കിൽ, പക്ഷേ പറിച്ച് കഴിഞ്ഞാലും നമ്മൾ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും കൊടുത്തായിരുന്നു. നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും കൊടുത്തായിരുന്നു. ഇപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ വീട്ടിലും കൊടുത്തായിരുന്നു. കുറച്ച് മുറിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് ആ വലുത് മറിക്കുമ്പോൾ അടുത്ത് പറിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇനി പറിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഒരു ദിവസം പറിച്ച് പറ്റുകയാണെങ്കിൽ അത് വീഡിയോ ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഇത്ര പറിക്കണുള്ളത്. ഇപ്പോൾ നമുക്ക് പുഴുങ്ങാൻ ഇത് പോരെ. നമുക്ക് ഇത് പുഴുങ്ങാം. അതിനൊക്കെ എൻ്റെ ഇതാക്കണുണ്ടല്ലോ, ആദ്യമൊക്കെ കാണിച്ചിരുന്നു. ഇവരാണ് ഞങ്ങളുടെ മുട്ട. കണ്ടാ, ഇത് കുഞ്ഞാട്ടെ. ഇവൻ കുഞ്ഞാണ്. ഇതിന് ഇടിക്കണോ നിൽക്കട്ടോ. ഇടിക്കടാ ഇടിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല നാടാ കേട്ടോ. അത് നല്ല നാട്. ചെവി കിടക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഇതിൻ്റെ അമ്മേനെ കാണിച്ചു തരാം. വാ ഡേ. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊരു അംഗങ്ങളാട്ടോ. വെക്കന്മാരൊക്കെ ഇവന്മാരല്ലേ ഇവളന്മാർ. അയ്യോ എന്നെ ഇടിച്ചു. അവനെ പേടിച്ചു പോയി. ഫോണൊക്കെ ആയിട്ട് വന്നപ്പോൾ ആള് പേടിച്ചു പോയി. എടേ ഇതാണ്ടേ കേട്ടാ. അടുത്തവള്. അപ്പോൾ ഇവന്മാരൊക്കെയാണ് നമ്മുടെ അംഗങ്ങൾ. കതച്ച് ഒരു കാച്ചിൽ കൊടുത്തപ്പോൾ കതച്ചു പോയി. വാ അല്ലല്ല, അപ്പോൾ ഇവന്മാരെ പേര് പറഞ്ഞല്ല, കിണിയും മണി കേട്ടോ. കിണിയും മണി അത് കൊച്ച് വിളിക്കണ പേരാട്ടെ, കിണിയും മണിന്ന്. അതുകൊണ്ട് പിന്നെ പേര് മാറ്റാനൊന്നും പോയില്ല. അങ്ങനെ തന്നെ ഇടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കിണി, ഇത് മണി. അപ്പോൾ ആ കിണിയും മണി എന്നാണ് പേര്. ഇത് ഇവൻ്റെ വേണ്ട. ഇവന് ഇതുപോലെ വലിയ കൊമ്പായിരുന്നു ഇവന്.
ഇവനെ ഈ ചെറിയവനാണെന്ന് വിചാരിക്കണ്ട, ഇവൻ നിസ്സാരക്കാരനല്ല. ഇവൻ ഇടിച്ചിടിച്ച് എന്നിട്ട് അവൻ്റെ കൊമ്പൊറ ഒടിഞ്ഞു പോയത് അവൻ്റെ കണ്ട. കുഞ്ഞാണ് ആൾ, പക്ഷെ അവൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ കൊമ്പ് ഇളകണ്. നോക്കിയപ്പോഴേ അത് ഊരിയെടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്നത് ആ കൊമ്പ് കണ്ടാ. ഇതേപ്പോൾ മൊത്തം 3 ഉണ്ട്. ആടുണ്ട്, പശു ഉണ്ടായിരുന്നു, പശുവിനെ കൊടുത്തട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ കാച്ചിലിൻ്റെ പുറകെ പോകാം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വലിയ സംഭവമുള്ള വീഡിയോ ഒന്നും അല്ലത്, ചെറിയൊരു കാച്ചിൽ പറിക്കുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനും. അപ്പോൾ കാച്ചിൽ പറിച്ച് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് പുഴുങ്ങാനുള്ള സമയമാണ്. പുഴുങ്ങണത് നിങ്ങൾ കാണിക്കണോ? വേണ്ടല്ല, പുഴുങ്ങിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് നമുക്ക് നിർത്താം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾ കാണാം. ഇപ്പോൾ ഇതുപോലെ വെച്ചാൽ സാധാരണ നാച്ചുറലായിട്ട് വീഡിയോകളും പിന്നെ മീൻപിടുത്തവും കുക്കിങ്ങും എല്ലാം ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ഇതിപ്പോൾ ഒരു സാധാരണ വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ഗുഡ് ബൈ.